ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്ന് അതിദാരുണമായ ഒരു വാർത്ത വരുന്നു. 23 വയസ്സ് പ്രായമുള്ള ഭർത്താവിനെ 19കാരിയും കാമുകനും ചേർന്ന് അയാളെ വെട്ടിക്കൊന്നു. ഈ സംഭവം ആന്ധ്രയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഉണ്ടായത്. അവിടെ ഭർത്താവായ രമേശ് 21 വയസ്സുള്ളപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. 2-3 വർഷമായി ഒരു കുട്ടിയുണ്ട്. 3 വയസ്സുള്ള ഒരു കുട്ടിയും അവർക്കുണ്ട്. ഇയാൾക്ക് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ മൈനറായിരുന്ന സമയത്താണ് ആ വിവാഹം നടന്നതെന്നാണ് വാർത്ത വരുന്നത്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. പെൺകുട്ടിക്ക് ഇപ്പം 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് കൃഷ്ണഗിരിയിലുള്ള രമേശ് എന്ന 21 വയസ്സുകാരനെ കൊണ്ടാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച്. ആ പെൺകുട്ടി അസിനി എന്നാണ് പേര്. അയാൾ യുഗാന്തർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ. അയാൾക്കും പെൺകുട്ടിയുടെ അത്രയും 1 വയസ്സ് മൂപ്പുള്ളൂ. പെൺകുട്ടിക്ക് ഇപ്പോൾ 19 വയസ്സും ഇവന് 20 വയസ്സും. ഒന്നിച്ച് പഠിച്ചവരാണ്. അന്ന് മുതൽ പ്രണയത്തിലാണ്. പക്ഷേ അത് വകവെക്കാതെ ഈ പെൺകുട്ടി മൈനറാണ്. ആ സമയത്ത് വിവാഹം നടത്തി. രമേശിന് 23 വയസ്സേ ഇപ്പോഴുള്ളൂ. ഈ പെൺകുട്ടിക്ക് ഈ രമേശുമായിട്ടുള്ള വിവാഹം നടന്ന ശേഷം ഒരു പെൺകുട്ടി ഉണ്ടായി. അത് 2-3 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. ആ സമയത്തും തൻ്റെ കൂടെ പഠിച്ച ആ യുഗാന്തറുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തി പോന്നു. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അവിടുത്തെ അമാവാസി ദിനത്തിൽ പെൺകൊച്ചുമായിട്ട് ബൈക്കിൽ അവിടെ മലയുടെ മുകളിൽ ഒരു വലിയ അമ്പലമുണ്ട്, അവിടെ പോകണം എന്ന് വാശി പിടിച്ചു. ഭർത്താവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഭാര്യ മൈനറായ 19 വയസ്സായ അല്ലെങ്കിൽ ഇപ്പം മേജറായ ആ പെൺകുട്ടിയും കൊച്ചും ഇവനും ആ മലനിരയിലേക്ക് ബൈക്കിൽ യാത്ര തിരിച്ചു. ആ ബൈക്ക് കാടിൻ്റെ നടുക്കൂടെ വേണം മലയിലോട്ട് കയറിപ്പോകാൻ. അത് മല്ലപ്പ കോണ്ടമല എന്നാണ് പറയുന്നത്. അവിടെ ഒരു മല്ലപ്പ കോണ്ടമല മുകളിൽ അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. അമാവാസി നാളിൽ പലരും അവിടെ പോകും. ആ ദിവസം നിലാവും ഉള്ള ആ സമയത്ത്, അമാവാസി സമയത്ത് അവിടെ പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഗുടുപ്പുള്ള മണ്ഡൽ മല എന്നാണ് അതിന് പറയുന്നത്. ഗുടുപ്പുള്ള മണ്ഡൽ മലനിരയിൽപ്പെട്ട ഒരു ഭാഗത്താണ് മല്ലപ്പ കോണ്ട മലമുകൾ. അവിടെയാണ് ആ ക്ഷേത്രമുള്ളത്. ഏതായാലും ഭർത്താവ് സമ്മതിച്ച് നമുക്ക് പോകാം. 2 പേരും ബൈക്കിൽ കയറി അമാവാസി നാളിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തയ്യാറായി. മല കയറാൻ പോയി. കുഞ്ഞു കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് ഇവർ മല കയറാനായിട്ട് പോയി. ബൈക്ക് ഓടിച്ച് പോകുന്ന വഴിക്ക് കാമുവിനെയും അവൻ്റെ സുഹൃത്തുക്കളെടുത്തും പറഞ്ഞു, ഞാൻ മല കയറാൻ പോകുകയാണ്, നീ അവിടെ വരണം. അവനും കൂട്ടുകാരും അവിടെ ആ പോകുന്ന വഴിക്ക് ഒളിച്ചിരുന്നു. ആ ഒളിച്ചിരുന്ന സ്ഥലം ആകാറാകുമ്പോൾ അതിന് സിഗ്നൽ കൊടുക്കും. ആ സമയത്ത് ഇവളുടെ കയ്യിലിരിക്കുന്ന വാനിറ്റി ബാഗ് അല്ലെ ഹാൻഡ് ബാഗ് താഴെ ഇടണം. അന്നേരം വണ്ടി നിർത്തി ഭർത്താവ് അത് എടുക്കാനായിട്ട് വരും. ആ സമയത്ത് അയാളെ കൊല്ലാനാണ് അവർ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ് അവർ പ്ലാനെല്ലാം തയ്യാറാക്കി. ഈ മലനിരകളിലേക്ക് പോയി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുവശത്തും കാടാണ്. എങ്കിലും മലമുകൾ വരെ CCTV ദൃശ്യം, ധാരാളം ആൾക്കാർ പോകുന്ന സ്ഥലമായതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. ഏതായാലും ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം എത്താറായപ്പം അവൾ ബാഗ് താഴെ ഇട്ടു. ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ഹാൻഡ് ബാഗ് താഴെ പോയി. ഭർത്താവ് ആ വണ്ടി നിർത്തി. കൊച്ചിനെ അവളുടെ കയ്യിലുണ്ട്. ആ സമയത്ത് അവളവിടെ ഇറങ്ങി നിന്നു. ഭർത്താവ് അത് എടുക്കാനായിട്ട് പിന്നാലെ പോയി എടുക്കാൻ തുടങ്ങിയപ്പം അതിൻ്റെ കാട്ടിൽ ഒളിച്ചിരുന്ന ഇവളുടെ കാമുകനെ, ഒന്നിച്ച് പഠിച്ച കാമുകനും അവൻ്റെ കൂട്ടുകാരും ഇയാളെ വെട്ടാനായിട്ട് ഓടിച്ചു. വെട്ടി ഇയാൾ ഓടി. ഒരു 100 മീറ്ററോളം ഇയാൾ ഓടിപ്പോയെന്നാണ് പറയുന്നത്. അതിന് ശേഷം ഇയാളെ വെട്ടി വീഴ്ത്തി കാട്ടിൽ ഉപേക്ഷിച്ച് അവർ മടങ്ങിപ്പോയി. തിരിച്ച് ഈ പെൺകുട്ടിയും ആ കൊച്ചും ആ ബൈക്ക് അവളുടെ കാമുകൻ ഓടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കാണാം. അവരെ വന്ന ബൈക്കിൽ മറ്റ് 2 പേരുമുണ്ട്. ഈ ഒരു സംഭവം അവരുടെ അമ്മ ഇവള് മടങ്ങി വരാത്തത് കൊണ്ട് അമ്മ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മ കുട്ടിയെ കാണാത്തത് കൊണ്ട് പോലീസ് മടങ്ങി വന്നില്ല എന്ന് പറഞ്ഞപ്പം പോലീസ് CCTV ദൃശ്യങ്ങൾ നോക്കി പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം പിടികിട്ടി. അവർ CCTV ദൃശ്യത്തിൽ ഇവള്
അയാളുടെ മരണത്തിന് ശേഷം കാമുകൻ്റെ ഒപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. കുട്ടിയും കൂടെയുണ്ട്. ഏതായാലും പോലീസ് പെട്ടെന്ന് CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ടെമ്പിൾ റൂട്ടിലെ കംപ്ലീറ്റ് CCTV ദൃശ്യങ്ങളും വരുന്നതും പോകുന്നതും തിരിച്ചു പോകുന്നതും കണ്ടു. അന്നേരം ഇവളുടെ കാമുകൻ കൂടെയുണ്ട്. ഏതായാലും പോലീസ് പെട്ടെന്ന് നടപടിയെടുത്ത് ആ പെൺകുട്ടിയെയും അവളുടെ കാമുകനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും അവർ അറസ്റ്റ് ചെയ്തു. അതിന് ഒപ്പം തന്നെ മറ്റേയാളുടെ ബോഡി അവിടുന്ന് കണ്ടെടുത്തു. അയാളെ നിഷ്കരണം അവർ വെട്ടിക്കൊന്ന് കാട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ സർവ്വസാധാരണ ഇതുപോലെയുള്ള കേസുകൾ ദക്ഷിണേന്ത്യയിൽ പലയിടത്തും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അതോടൊപ്പം ആ മാനസിക വളർച്ചയില്ലാത്ത ഒരു യുവ മിഥുനങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടാവും. അവർക്ക് പലരും ചാഞ്ചാട്ടം ഉണ്ടാവും, മനസ്സിൽ പലരോടും നേരത്തെ പ്രേമം ഉണ്ടാവും. വീട്ടുകാർ അവർ ഇപ്പോഴും ഒരു ട്രഡീഷണലായിട്ട് വിവാഹം നടക്കുന്ന ഏരിയയാണ് ആന്ധ്രാപ്രദേശിലൊക്കെ, തമിഴ്നാട്ടിലും ഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഒക്കെ, കർണാടകയിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൈനറായ 9ൽ പഠിച്ചിരുന്ന ആ കുട്ടിയെ കൊണ്ട് അന്ന് 20 വയസ്സുകാരൻ കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അയാൾക്ക് 21 വയസ്സേ ഉള്ളൂ ഭർത്താവിന്. നാട്ടുകാർ വൻ പ്രതിഷേധത്തിലാണ്. ഈ കല്യാണത്തിന് അവർ തടസ്സം നിന്നതാണ്, കുട്ടി 9ൽ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. ആ വിവരങ്ങളും പോലീസ് ഇപ്പം അന്വേഷിക്കുന്നുണ്ട്.